സ്വീകരിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ മാസം അടുത്ത ആഴ്ച തന്നെ നമ്മളിലേക്ക് ആഗതമാകുകയാണ്. മൗലിദിലേക്ക് നമ്മുടെ പാപം കൊടുക്കാൻ നീങ്ങമാണ്. അവരെ നമ്മൾ സ്മരിക്കുമ്പോ ഇങ്ങനെയുള്ള നീയമെന്ന ചിന്തയോടെ ദാമ്പത്യം അവതരിപ്പിക്കാനാണ് ആ പ്രസിദ്ധമായ വിഷയത്തിലേക്ക് കടന്നു വരാം. ജില്ലയിലെ കുഞ്ഞക്കത്തിന് അടുത്താണ് ഈ കക്കാട് എന്ന സ്ഥലമുള്ളത്. ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു ശേഷം നാദാപുരത്തേക്ക് ഇന്നത്തെ വടകര താലൂക്കിലുള്ള നാദാപുരം വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് ഓതാൻ പോവുകയാണ്. അവിടെ നിന്ന് അല്പകാലം ഓതി താമസിച്ചതിന് ശേഷം മഹാനവറുകള് അവിടുത്തെ ഉസ്താദിന്റെ സമ്മതപ്രകാരം ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ പാനൂർ എന്ന ദേശത്ത് പാനൂർ ജുമാഅത്ത് പള്ളിയിലേക്കാണ് ഉപരിപഠനത്തിനായിട്ട് പോകുന്നത്. അവിടെ ബഹുമാനപ്പെട്ട ഷേഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകള് പഠനം നടത്തുകയാണ്. കുട്ടിയായിരിക്കുന്ന കേവലം 13 വയസ്സുള്ള ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കുമ്പോ ഉസ്താദിന്റെ കണ്ണിലുണ്ണിയായി എല്ലാ മര്യാദകളും അതവും പാലിച്ചുകൊണ്ട് ഉസ്താദിനെ ഖിദ്മ ചെയ്ത് പഠനത്തിൽ മാത്രം ഒഴുകി മറ്റു കാര്യങ്ങളിലേക്കൊന്നും തിരിയാതെ നല്ലൊരു അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി പഠനം തുടരുകയാണ്. അങ്ങനെ തുടർന്നു പോകുന്ന വേളയിലാണ് പാനൂര് ജുമാഅത്ത് പള്ളിയിൽ തന്റെ ഉസ്താദാകുന്ന ആ ഗുരുവര്യന് ഈ കുട്ടിയിൽ നിന്ന് ആത്മീയമായൊരു വെളിച്ചം അനുഭവപ്പെടുന്നത്. ഈ കുട്ടി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന ആ വിദ്യാർത്ഥിക്ക് ആത്മീയമായിട്ട് ഒരു ഉന്നതിയുണ്ട്. മാരിഫത്തിന്റെ വെളിച്ചം, അള്ളാഹുവിന്റെ വലിയായി തീരാനുള്ള ആ ഒരു വഴി ഉസ്താദാകുന്ന ആ ക്രാന്തദർശിയുള്ള ദീർഘവീക്ഷണമുള്ള ഉസ്താദ് അവറുകൾ മനസ്സിലാക്കുകയാണ്. ഈ ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനവറുകളുടെ താരീഖുകളിൽ, കുഞ്ഞഹമ്മദ് ഉസ്താദിന്റെ താരീഖുകളിൽ, അവിടുത്തെ മനാഖിബുകളിൽ, മൗലിദുകളിലൊന്നും ഈ ഉസ്താദ് ആരാണെന്ന് വ്യക്തമായി പരാമർശിക്കപ്പെട്ടില്ല. ഈ കുഞ്ഞഹമ്മദ് ഉസ്താദിന്റെ ആത്മീയമായ വെളിച്ചം കണ്ട് കുട്ടി എന്നിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്നതിനേക്കാളും നല്ലത് എന്നെക്കാളും മികച്ച ആളെ കണ്ടെത്തി അവരിലേക്ക് പറഞ്ഞേക്കാന് ആ ഉസ്താദ് താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് ദറസ് പഠനത്തിന് വേണ്ടി വരികയാണ്. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ ഹിജ്റ 924 അല്ലാമാ ശൈഖുൽ ഇസ്ലാം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളാൽ സ്ഥാപിതമായ പള്ളിയാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. ഈ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലേക്കാണ് ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഉസ്താദ് തുടർ പഠനത്തിന് വരുന്നത്. ആരായിരുന്നു അവിടുത്തെ ഉസ്താദുമാർ? അവിടുത്തെ പ്രധാന ഉസ്താദ് ആശിഖുർ റസൂൽ വമാദിഹുർ റസൂൽ ഖാദി ഉമർ അൽ ബിലങ്കൂത്തി എന്ന വെളിയങ്കോട് ഉമറുൽ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പ്രധാന ശിഷ്യനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം അഖീർ ആയിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം അഖീറിനെ കുറിച്ച് അല്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. മഹാനായ വലിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ സന്താന പരമ്പരയിൽ അവിടുത്തെ പൗത്രനാണ് ഫതുഹുൽ മുഈനിന്റെ രചയിതാവാകുന്ന ബഹുമാനപ്പെട്ട ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ.
അവിടുത്തെ സന്താന പരമ്പരയിൽ മാഹീൻ ഹസൻ മഖ്ദൂം എന്ന വലിയ പണ്ഡിതന്റെ മകനായിട്ടാണ് പുത്തമ്പള്ളി ഷേഖ് തങ്ങളുടെ പ്രധാന ഉസ്താദായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം ആഖിർ ഹിജ്റ 1225 AD 1808 ബഹുമാനപ്പെട്ടവർ പൊന്നാനിയിൽ ജനിക്കുന്നത്. പൊന്നാനിയിൽ വെച്ച് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം തന്റെ അമ്മോശനായി തീർന്ന ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഖാദിയുടെ പ്രധാന ശിഷ്യനും ഉമറുൽ ഖാദിയുടെ ശരീക്കുമായിരുന്ന അഹമ്മദ് മഖ്ദൂം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അടുക്കലിൽ എന്ന പഠനം നടത്തും.